ഇന്ന് രാവിലെ വളരെ സന്തോഷം തരുന്ന ദിവസമാണ്. ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോവാണ്. കുറേ നല്ല കാഴ്ചകളുണ്ട്, മലകളും മൗണ്ടൻസും. ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ കുറച്ച് ഡള്ളായിരുന്നു, പിന്നെ വ്യൂവേഴ്സ് ഒന്നുമില്ല നമുക്ക് വലുതായിട്ട്. പിന്നെ ഉള്ള 5 പേർക്ക് കാണാൻ വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. ഇത് ഇന്നലെ ഒരു 5 പേരെ കണ്ടിട്ടുണ്ട്. ആ 5 പേര് ഇന്ന് കാണാൻ വേണ്ടിയാണ് വീട്ടിലിരിക്കണം. സന്തോഷമേ ഉള്ളൂ. ഇനിയും കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണിച്ചു തരാം സ്ഥലങ്ങളും എല്ലാം. ഓ നമ്മൾ കറാൻകുട്ടി എന്ന് പറയില്ല, കറാൻകുട്ടി. ഓ കറാൻകുട്ടിയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ള. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ യാത്രയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സന്തോഷത്തിലാണ്. ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോഴത്തേക്കും മൗണ്ടൻസ്, ഹിൽസ് എല്ലാം ഉള്ള ഒരു കിടുക്കാച്ചി സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ടൗൺ ഏരിയ ഭാഗത്ത് എത്തി. ഒരുവിധം എല്ലാ സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നമ്മുടെ നാട് പോലെയോ മറ്റു നാടുകളെ പോലെ കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഗ്രാമപ്രദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികൾ കറക്റ്റ് എത്തുന്നുണ്ട്. അത് ഞങ്ങൾ തിരക്കി പറഞ്ഞതാണ്. രാവിലെ 6 മണി തൊട്ട് ഉച്ച 12 മണി വരെയാണ് സ്കൂളുകൾ. ഇവർക്ക് 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോയി വരാൻ വേണ്ടി സൈക്കിൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത് വളരെ ഒരു നല്ല കാര്യമാണ്. കിലോമീറ്ററുകൾ ചവിട്ടിയാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ. ഏകദേശം 8-10 കിലോമീറ്റർ ചവിട്ടിയാണ് സ്കൂളിൽ പോകുന്നത്. ഞങ്ങൾ തിരക്കി, കുറേ അധികം തിരക്കി. ഇപ്പോൾ ഞങ്ങൾ ടൗണിലെത്തി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കട കണ്ടെത്തി. കടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് തിരിച്ചിനി നടക്കാനുള്ള യാത്രയിലാണ്. അപ്പോൾ ആരോ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ അടുത്തൊരു പാറയുണ്ട്. ഞാൻ പാറയിലോട്ടാണ് പോകണം. നിങ്ങൾക്ക് പാറ കാണിച്ചു തരാം. ബാബു കഴിച്ചിട്ട് നേരത്തെ പോയി. നല്ല മഴയാണ് ഇവിടെ. വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്, ഭയങ്കര മഴയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം വിഷ്വൽ കണ്ടു. മഴ തുടങ്ങി ഗൈസ്. ഞാൻ അങ്ങനെ ലോക്കായിരിക്കുകയാണ്. നല്ല മഴയാണ്. ഞാൻ അടുത്തുള്ള കടയിലോട്ട് കയറി നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്തൊരു പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ സ്ഥലം. കാരണം നമ്മളത്ര സേഫ്റ്റി എല്ലാം. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ, കാരണം 100% നമ്മളെ ഭാഗത്ത് നെറ്റുണ്ടാവണം. നമ്മൾ എവിടെയെങ്കിലും പോയി അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് ചാടി കയറി പോകും മുമ്പ് അതിനെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം തിരക്കിയതിനു ശേഷം പയ്യെ സമാധാനത്തിൽ പോവുക. ഫൈനലി ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നല്ല മഴ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും നോക്കല്ല, മഴയാണ്. ഞാൻ ഫുള്ള് ചുറ്റി കാണിച്ചു തരാം. പഴയ പൊളിഞ്ഞ ബിൽഡിംഗ് ഉണ്ട്. ഇത് ഇത്തിരി ഹിൽ സ്റ്റേഷനാണ്, കുറച്ച് മലയുടെ മുകളിലാണ്. കുറേ പൊളിഞ്ഞ ബിൽഡിങ് കാണാം. എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്താണെന്ന് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ച് വ്യൂവേഴ്സൊക്കെ കൂടിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട്. ഇനി ഞാൻ എങ്ങനെയെങ്കിലും മാക്സിമം നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ കവർ ചെയ്ത് സെറ്റാക്കും. ഇവിടെ ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങുകളാണ്. എന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞില്ല. നമുക്ക് നോക്കാം. പാറപ്പുറത്തെത്തി. ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോർമൽ ഫോണിലാണ് ക്യാമറ എടുക്കുന്നത്, വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ പാറപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ ബിൽഡിങ്ങുകൾ. ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലം നിൽക്കുന്നത് നല്ല ഹൈറ്റിലാണ്, ഒരു ഹിൽ സ്റ്റേഷൻ പൊക്കത്തിലാണ്. നമുക്ക് നോക്കിയൊക്കെ എന്താണ് ഇവിടെ ഉള്ളതെന്ന്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്നാൽ ഒരു ടൗൺ മുഴുവൻ കാണാം. ഓക്കെ ഗൈസ്, സൂപ്പറാണ് വ്യൂ എല്ലാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മലയുടെ മുകളിൽ നിന്ന് താഴോട്ടുള്ളതാണ്. എല്ലാം ഗ്രാമപ്രദേശങ്ങളിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഗൈസ്. എന്തായാലും അടിപൊളിയാണ്. ഞാനിങ്ങനെ ഈ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാട്ടിൻ്റെ അകത്തു നിന്നൊരു കറുത്ത പട്ടി എടുത്ത് ചാടി. ഞാൻ ആദ്യം ഒന്ന് വിചാരിച്ച് പുലിയായിരിക്കും, വല്ല ജാഗ്വറുമാണെന്ന് വിചാരിച്ച്. ഞാൻ പിന്നെ അവസാനം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണെങ്കിൽ ആ പട്ടിക്ക് പറയുക ഒരു ഏകദേശം 5-6 പട്ടികൾ. ഞാൻ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു കേസ്. വീഡിയോ കിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുന്നതുകൊണ്ട് ഒരു രസമുണ്ട് എന്തായാലും. കാരണം വെറുതെ വന്നതായില്ല, കുറച്ച് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഉൾക്കാഴ്ചകളാണ് ഇതൊക്കെ. എത്രത്തോളം നിങ്ങളിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ശ്രമിക്കും. ഓക്കെ, എല്ലാവരും ഇവിടെ മുഴുവൻ പാറയാണ് കേട്ടോ ഗൈസ്, മുഴുവൻ പാറയാണ്. നമ്മളിപ്പോൾ ഇറങ്ങുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുക. മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്ന വഴി, മെയിൻ റോട്ടിൽ നിന്ന്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ അടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വിജനമായ പ്രദേശം കണ്ടു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ കാരണം ഇറങ്ങിയതാണ്. കാടായിരുന്നു. കാട്ടിനകത്ത് നടന്നു മേളിൽ കയറി ഒരു പാറ ഉണ്ട്. ഇത് കണ്ട വിജനമായ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകളാണ്. എന്തോ സ്ഥാപനമാണ്, ഫുള്ള് പൊളിഞ്ഞു കിടക്കുകയാണ്. ആരുമില്ല ഇവിടെ, വീടുകളൊന്നുമില്ല. അതാണ് മെയിൻ പ്രത്യേകത. അപ്പോൾ വീണ്ടും അവിടെ കണ്ട കാഴ്ചയ്ക്കേഷൻ നടന്ന് റോട്ടിൽ കയറിയപ്പോൾ കണ്ടതാണ് ഒരു അമ്മയും മോനൂടെ സൈക്കിളിൽ പോകുന്നത്. പാവം, വളരെ അധ്വാനികളാണ്, കഠിനാധ്വാനിയായ ജനങ്ങളാണ് ഇവിടെ മുഴുവൻ. പിന്നെ കാലാവസ്ഥ ഇതാണ്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് ബിൽഡിങ്ങിൽ വന്നിട്ടുണ്ട്. കാലാവസ്ഥ ഇതാണ്. ഒരു എന്ത് പറയാനാണ്, ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇടയ്ക്ക് എന്തോ മേഘവിസ്ഫോടനമൊക്കെ നടന്നെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ ഇവിടെ നിന്നതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു വിജനമായ വീണ്ടും ഒരു വീട് കണ്ടു.
ഞാൻ അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും അപരിചിതമായ രീതിയിൽ കുറേ സാധനങ്ങൾ കണ്ടു, തറയിൽ കുഴിച്ചിടുന്നതായിട്ടും പല കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് കണ്ട എന്തോ ദുർമന്ത്രവാദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പയ്യെ ഒന്ന് അകത്തോട്ട് ചാടി കയറി നോക്കി എന്താണെന്നറിയാൻ വേണ്ടി. സംഭവം ദുർമന്ത്രവാദമാണ്. അവിടെ കുറച്ച് പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അടുത്തോട്ടൊന്നും പോയി ഷൂട്ട് ചെയ്തില്ല, എന്താണെന്ന് അറിഞ്ഞില്ല. ഫ്രഷായിട്ട് ചെയ്തതാണെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും, അതുകൊണ്ട് വെറുതെ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഞാൻ എൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറ്റുകളുണ്ടല്ലോ, കുറേ പുറ്റുകളെ ഞാൻ കണ്ടു. നമ്മുടെ മൺപുറ്റുകൾ, ചിതൽപുറ്റുകൾ എന്ന് പറഞ്ഞ പോലെ മൺപുറ്റുകൾ കണ്ടു. അതിൻ്റെ അടുത്തോട്ടൊന്നും പോയില്ല, വല്ല സ്നേക്ക് എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ടാണ്. പേടിച്ചിട്ടല്ല ഗൈസ്, പേടിച്ചിട്ടാണ്. പിന്നെ ഞാൻ 4 സൈഡ് നോക്കി അവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് എന്ന് നോക്കി. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് നോക്കിയപ്പോൾ ഞാൻ നിന്നല്ലേ, അതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റി കേട്ടോ. ഞാൻ നിന്നതിൻ്റെ ബാക്ക് സൈഡാണ് ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ടി വഴിയുണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ മാതളമൊക്കെ കണ്ടായിരുന്നു. ഞാൻ മാതളമൊക്കെ പറിച്ച് കഴിച്ച്, നല്ല കാട്ടും മാതളമൊക്കെ പറിച്ച് കഴിച്ച് ആ ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെ ഞാൻ ഒന്ന് കറങ്ങി നോക്കി. പക്ഷേ ഈ ഉടായിപ്പ് മന്ത്രവാദ സെറ്റപ്പ് നമുക്ക് പണ്ടേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളവിടെ നിന്നില്ല. എന്തിനാണ് വെറുതെ പണി വാങ്ങണത് വിചാരിച്ച് തിരിച്ച് കയറി വന്നു. ഒരു മാതളവും പറിച്ചുകൊണ്ട് തന്നെ വന്നത്. മാതളം വിളഞ്ഞിട്ടില്ല, പക്ഷെ മധുരം ഉണ്ടായിരുന്നു, കഴിച്ചു. ഇന്ന് രാത്രി പുലി പിടിച്ചില്ലെങ്കിലും മന്ത്രവാദി പിടിച്ചില്ലെങ്കിലും നാളത്തെ വീഡിയോയുമായി ഞാൻ തുടരും. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗൈസ്.